ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നമ്മുടെ കമലയും മാഷുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, വേദ പറയും പോലെ നമ്മുടെ വിക്രമിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കമല അതിനുള്ള മറുപടി പറയാണ്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ മലയ്ക്ക് പോകാനായിട്ട് മാല ഇടുമായിരുന്നു. അപ്പോൾ വേദ പറഞ്ഞുകൊണ്ടല്ലേ അവൻ ഇട്ടത്. അപ്പോൾ വേദയുടെ അവൻ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നല്ല രീതിയിൽ സ്നേഹമാവുന്ന ഒരു കുടുംബസ്ഥനായിട്ടൊക്കെ ജീവിക്കുമെന്നൊക്കെ കമല പറയുകയാണ്. ഇതൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ തന്നെ മാഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മാഷിന് എന്താണ് സംശയമാണ്, ഇത്രയൊക്കെ ആയില്ലേ, ഇനി അവൻ്റേതായ രീതിയിൽ തന്നെ മാറുമെന്നൊക്കെ പറയുകയാണ് കമല. മാറണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, ഇല്ലേ മാഷ് നോക്കി അവൻ ഈ മല ചവിട്ടിയിട്ട് വരുമ്പോൾ അവൻ പുതിയൊരാളായിട്ട് മാറുമെന്ന് നമ്മളൊക്കെ വിചാരിച്ച പോലത്തെ ഒരു വിക്രമായി മാറുമെന്നൊക്കെ കമല പറയുകയാണ്. എങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളെന്ന് മാഷ് പറയുകയാണ്. എങ്കിൽ മാഷ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കമല. എങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം മലയ്ക്ക് പോകുമ്പോൾ ഞാനും നീയും ഒപ്പം വിക്രമിൻ്റെ കൂടെ കാണുമെന്ന് പറയുകയാണ്. അങ്ങനെ കമലയ്ക്ക് വളരെ സന്തോഷമാണ്. സ്വാമിയെ ശരണയ്യപ്പ എന്നൊക്കെ കമല പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദ വിക്രമിൻ്റെ ഷർട്ട്സൊക്കെ തേച്ചുകൊണ്ട് റൂമിലോട്ട് വരികയാണ്. അപ്പോൾ വിക്രം ചോദിക്കുക, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്, ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് തുണികൾ അയൺ ചെയ്യാനായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി കൊടുത്തതാണ്, മൊത്തം 80 രൂപ ആയിട്ടുണ്ടെന്ന് പറയണം, എൻ്റെ പോക്കറ്റിലുണ്ട്, അത് എടുത്തു എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വേദ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വിക്രം വേദയെ പിടിച്ച് നിർത്തുകയാണ്. വേദ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്, നീ നന്ദിനി ഏട്ടത്തിയോട് എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നീ വിനായേട്ടനെ എന്താണ് ഭീഷണിപ്പെടുത്തിയത്, അപ്പോൾ ആ മയക്കുമരുന്നിൻ്റെ കേസ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നന്ദിനി ഏട്ടത്തേക്ക് അടി വാങ്ങിച്ച് കൊടുത്തല്ലോ, അതെനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ്. നന്ദിനി ഏട്ടത്തിൽ നിന്ന് എന്നോട് വന്ന് ഒരുപാട് പരാതികളൊക്കെ പറഞ്ഞിരുന്നു, നീ എന്തോ വിനായകേട്ടനെ മോശമായ രീതിയിൽ സംസാരിച്ച് പറഞ്ഞിട്ടാണ് നന്ദിനി ഏട്ടൻ അടി കൊടുത്ത് ആ തറയെല്ലാം തുടപ്പിച്ചതെന്നാണ് പറയുന്നത്, അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് വിക്രം. അപ്പോൾ നന്ദിനി ഏട്ടത്തേക്ക് ഒരു അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, എല്ലാവരുടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഒരു പൊങ്ങച്ച കാണിച്ചു കൊണ്ട് നടക്കില്ല, അപ്പോൾ ഒരു അടി കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. വേറെ ആരെയൊന്നും അല്ലല്ലോ, ഭർത്താവിൻ്റെ കയ്യിൽ നിന്നല്ലേ അടി കിട്ടുന്നത്. ഓഹോ, അപ്പോൾ ഭർത്താക്കന്മാർക്ക് അടിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലേ ഭാര്യ, എങ്കിൽ ഞാനും ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് വിക്രം ചോദിക്കുകയാണ്. ഓ പിന്നെ, അപ്പോൾ വിക്രം മാല ഇട്ടിരിക്കില്ല, ഇപ്പോൾ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട കേട്ടോ, അല്ലെങ്കിലും പിന്നെ ഞാനും ഭക്തിയിലോട്ടൊക്കെ പോവുകയാണല്ലോ, അപ്പം വിക്രം മാല ഊരി കഴിയുമ്പോൾ ഞാനും ആക്രമ രീതിയിലോട്ടൊക്കെ പോകും കേട്ടോ, അപ്പോൾ എന്നെ അടിക്കാൻ വരുമ്പോൾ ഞാൻ നിന്ന് തരില്ല എന്നൊക്കെ പറയുകയാണ് വേദ. അപ്പോൾ വിക്രം വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, വേദ ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ മലയ്ക്ക് മാല ഇട്ടപ്പോൾ തന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് സന്തോഷമായി, ഇനി അത് കെടുത്തണ്ട എന്നൊക്കെ പറയുകയാണ്. നീ അറിഞ്ഞ കാര്യങ്ങൾ നിൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്നും വിക്രം പറയുകയാണ്. അപ്പോൾ ശരിയെങ്കിൽ ഞാൻ അങ്ങനെ സമ്മതിക്കും, പക്ഷേ നിങ്ങൾ മല ചവിട്ടിയിട്ട് വന്ന ശേഷം നിങ്ങൾ ശ്രീനിവാസനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അതിനൊരു ഉത്തരവും വിക്രമിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വേദ പറയണം, അതിന് സാധിക്കില്ലല്ലേ, എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ ഏതായാലും ഈ മാല ഇട്ടിരിക്കുന്നിടത്തോളം കാലം ഞാൻ വിനായകേട്ടൻ്റെ കാര്യം ഈ വീട്ടിൽ ആരോടും പറയില്ല എന്ന് വേദ പറയുകയാണ്. ഇനി എനിക്ക് കൂടുതലൊന്നും ഇതിൽ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് വേദ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീജയും വിശ്വം കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശ്രീജ പറയുകയാണ്, എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നൊന്നും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പൈസ വാങ്ങാനായിട്ട് പോകണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വന് വിശ്വസിക്കാനായില്ല, ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്നും, അപ്പോൾ വേദ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ചില്ലെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാം നമ്മുടെ സമയം തെളിഞ്ഞ് വരികയാണ് വിശ്വമായിട്ട്, ഇനി എല്ലാം നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് വിശ്വം. അപ്പോൾ ഞാൻ ഇന്നൊരു പക്ഷിശാസ്ത്രജ്ഞക്കാരനെ കണ്ടിരുന്നു, പക്ഷേ അയാൾ പറഞ്ഞ അനുസരിച്ച് എനിക്ക് ഇനി എവിടെ ചെന്ന് തൊട്ടാലും മോശം ആണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിശ്വമായിട്ട് എന്തിനാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിക്കുന്നത്, നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലെങ്കിലാണ് നമ്മൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്, നമ്മൾ സ്വന്തം കഴിവിലാണ് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ആ പക്ഷിശാസ്ത്രക്കാരനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ വേദയോട് പറഞ്ഞ് ആ പക്ഷികളിട്ട് പീഡിപ്പിക്കുന്ന ഒരു കേസ് കൊടുക്കാൻ പറയുന്നുണ്ടെന്നും ശ്രീജ പറയുകയാണ്. എന്നിട്ട് ശ്രീജ പറയുകയാണ്, നമ്മുടെ ഈ ബിസിനസ് ഒന്ന് നല്ല രീതിയിൽ പച്ച പിടിച്ചാൽ മതിയായിരുന്നു വിശ്വട്ടാ, എന്നിട്ട് വേണം മോളെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അവളെ ഇങ്ങോട്ട് സ്കൂളിലോട്ടൊക്കെ ആക്കണം, ഇത്ര നാളായിട്ട് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടാതെ അവൾ കഴിയുകയാണ്, അതെല്ലാം മാറണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുകയാണ്, എല്ലാം മാറും, ഇനി നമ്മളെ നല്ല സമയമായിരിക്കും വരാൻ പോകുന്നതെന്നും പറയുകയാണ്. ഞാൻ ഏതിനും നിൻ്റോടൊപ്പം ഉണ്ടാകുമെന്നും വിശ്വം പറയുകയാണ്.
അത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശി മുംബൈയിലെ യാത്രയെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയെ കാണുന്ന വേദ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മുത്തശ്ശിക്കും വളരെയധികം സന്തോഷമാണ്. അപ്പോൾ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ആ വിക്രമിൻ്റെ വീടൊക്കെ പെയിൻ്റ് അടിച്ച് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇത് എന്താ മോളെ കത്തി കരിഞ്ഞെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, ആർക്കും അപകടമൊന്നും പറ്റില്ലല്ലോ. ഇല്ല മുത്തശ്ശി, ഞാൻ അതിനെപ്പറ്റിയും പറയാതിരിക്കുന്നതാണ് ഭേദം എന്നൊക്കെ പറയണം. എന്നിട്ട് പെയിൻ്റ് അടിച്ച് ഇട്ടിരിക്കുന്ന ആ ചായ്പെല്ലാം ചെന്ന് കാണുകയാണ് മുത്തശ്ശി. ഇതെല്ലാം നന്നായിട്ടുണ്ടല്ലോ മോളെ, പഴയതിനെക്കാട്ടി നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അകത്തോട്ട് കയറുന്ന സമയത്ത് വിക്രം ഓടി വരികയാണ്, മുത്തശ്ശിയെ കണ്ടതും കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേദ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിക്രമിനിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്, ഒരു ആമ പൂട്ടിട്ട് തന്നെ ഞാൻ പൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രമിനെ കണ്ടതും മുത്തശ്ശി ചോദിക്കുകയാണ്, ഇതാണല്ലേ നീ പറഞ്ഞ ആമ പൂട്ട്. അപ്പോൾ വിക്രം മലയ്ക്ക് പോണ കാര്യമെല്ലാം മുത്തശ്ശി അറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് ഇറങ്ങിയാണ്. മുത്തശ്ശി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയണം. അപ്പോൾ വേദ പിറകെ ഓടി ചെല്ലുകയാണ്. അപ്പോൾ ഇന്നലത്തെ ബാക്കി വെച്ചുകൊണ്ട് ഇനി മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടരുത്, നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നേക്കണമെന്നൊക്കെ വേദ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് മുത്തശ്ശി അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ മുത്തശ്ശി കാണാതെ നന്ദിന് അന്തം പിടിക്കണം. ഈശ്വര, ഈ റീൽസ് അമ്മച്ചി പിന്നെ വന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ എന്താടി പറഞ്ഞ്, റോസ് അമ്മച്ചിയോ? അപ്പോൾ വേദ പറഞ്ഞു, റോസ് അമ്മച്ചി എന്നല്ല, റീൽസ് അമ്മച്ചി വന്നതാണ് പറയുന്നത്, നീ എന്നെ കളിയാക്കിയാണ് അല്ലേടി എന്നൊക്കെ പറഞ്ഞ് നന്ദിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് അകത്ത് നിന്ന് നമ്മുടെ കമലയും ശ്രീജയും വരികയാണ്. അപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാവും മുത്തശ്ശിയെ കണ്ടിട്ട്. അപ്പോൾ കമല വന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ കാപ്പിയൊക്കെ ഇടട്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എനിക്ക് കാപ്പി ആരും ഇടണ്ട, എനിക്ക് നന്ദിനി ഇട്ടാൽ മതി, നന്ദിനിയുടെ കൈ കൊണ്ട് തന്നെ എനിക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കണമെന്ന് പറയുകയാണ്. മാത്രമല്ല ഞാൻ ഇനി പോകുന്നത് വരെ എൻ്റെ എണ്ണ ഇടിപ്പിക്കലും കുഴമ്പ് തേക്കലും വെള്ളം ചൂടാക്കലും ഒക്കെ ഞാൻ നന്ദിനിക്കാണ് തന്നിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ നന്ദിനി ദേഷ്യം വരികയാണ്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിലിരുന്ന ഒരു പാക്കറ്റ് ശ്രീജയുടെ കയ്യിൽ കൊടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാണെന്ന് പറയുകയാണ്. അപ്പോൾ വേദ വാങ്ങി നോക്കണം, ആ നല്ല മണമൊക്കെ ആണല്ലോ മുത്തശ്ശി. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജേട്ടത്തെ ഒരു പുതിയ സംരംഭം തുടങ്ങിയാണ്, ഈ കറി പൗഡറുകളും മസാലകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ മുത്തശ്ശിയുടെ പലഹാരം കൊണ്ട് നമുക്ക് സെയിൽസ് ചെയ്താലോ എന്ന് ചോദിക്കുക. അതിനെന്താ മോളെ, ഞാൻ എന്തായാലും നിങ്ങളെ കൂടെ തന്നെ നിൽക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജയുടെ കമ്പനിയുടെ പേര് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീ പ്രോഡക്ട്സ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വളരെ സന്തോഷം, അപ്പോൾ ഞാൻ ഏതായാലും നല്ല സമയത്ത് തന്നെ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറയുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാളെ നിർത്തിയാലോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്തിനാണ്, നമുക്കിവിടെ നന്ദിനി ഉണ്ടല്ലോ. അപ്പോൾ നന്ദിനി ദേഷ്യം വരികയാണ്. അപ്പോൾ നന്ദിനി പറയണം, ഞാൻ എന്തിനാണ് നിൽക്കുന്നത്, എന്നോട് അച്ഛൻ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് നീ ചെയ്തുള്ളൂ, ഇടയ്ക്കുള്ള സമയം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദിനി ആകെപ്പാടെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്